പറഞ്ഞത്. റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ധർമ്മം, ഒരു ഔദാര്യമാണ് സ്വർഗപ്രവേശനം. അള്ളാഹു നൽകുമാറാകട്ടെ. അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് സ്വർഗീയ സ്ഥലിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അള്ളാഹു ചേർത്തി തരട്ടെ. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അപ്പൊ നമ്മളോട് അമലുകളിലൊക്കെ മുന്നോട്ട് കുതിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചു. എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ വരുന്നവർക്ക് വേറൊരു മഗ്ഫിറത്തുണ്ട്, അത് മനസ്സിലാക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും എന്ന് പറയുമ്പോ മുൻപന്തിയിൽ വന്നവർക്കുള്ള മഗ്ഫിറത്ത് പിന്നെ വരുന്നവർക്കില്ല. ഒന്നാം സൊഫിലുള്ള ആളുകളെ മഗ്ഫിറത്ത് രണ്ടാം സൊഫുകാർക്കില്ല. ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കുള്ള മഹത്വം വലത്തെ ഭാഗത്തുള്ളവർക്കില്ല. ഏറ്റവും വലിയ മഹത്വം ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കാണ്. പിന്നെ വലത്ത്, പിന്നെ ഇടത്ത്, പിന്നെ വലത്ത്, പിന്നെ ഇടത്ത്, പിന്നെ അങ്ങനെ പോകും. അതേ ആ ഒന്നാം സൊഫിൽ നിൽക്കാൻ, വലത്തെ ഭാഗത്ത് നിൽക്കാൻ സ്വഹാബത്ത് എത്ര തിക്കും തിരക്കും കൂട്ടി. സാബിഖൂ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന മാർഗങ്ങളിലേക്കുള്ള തിക്കും തിരക്കുമാണ്. ഒന്നാമത്തെ സൊഫിൽ, അതും വലത്തെ ഭാഗത്ത്, എല്ലാ സൊഫിന്റെയും വലതു ഭാഗത്ത് തിരക്കാണ്. കാരണം വലത്തെ ഭാഗത്തിന് വേറൊരു മഹത്വം